കമൽ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. പൂർണ്ണമായ ഒരു പ്രതിഷേധം അവസാനിച്ചോ? മന്ത്രിയുടെ ചർച്ചാ ഫലം കണ്ടോ? മൃതദേഹം അവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞോ? ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം മൃതദേഹം അവിടെ നിന്ന് മാറ്റി എന്നുള്ളതാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും മന്ത്രി നേരിട്ട് ആ സമയത്ത് തന്നെ അവിടെ എത്തിയതുകൊണ്ട് ഒരുപക്ഷെ ആളുകളുമായി സംസാരിച്ച കാര്യങ്ങൾ താൽക്കാലികമായെങ്കിലും ഈ പ്രശ്നം പ്രതിഷേധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് കരുതാം. പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ ഇനി ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ താൽക്കാലികമായി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിൽ മാറ്റാനുള്ള ഒരു തീരുമാനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അവിടെ നിന്ന് ലഭിക്കുന്നത്. ഈ തണ്ടർബോൾട്ട് അംഗങ്ങൾ വനത്തിൽ പതിവ് പട്രോളിങ്ങിന് പോയ തണ്ടർബോൾട്ട് അംഗങ്ങളാണ് ഇത്തരത്തിൽ പാതി പറ്റിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടത് എന്ന് പറയുന്നു. എന്താണെങ്കിലും അങ്ങനെയാണ് പുറത്ത് വിവരം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണ് പിടിച്ചുകൊണ്ടുപോയത്? രാവിലെ 8 മണിയോടെ എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും 11 മണിക്ക് ശേഷമാണ് ഈ തണ്ടർബോൾട്ട് ഈ മൃതദേഹം കണ്ടിട്ടുള്ളത്. കമലെ, പ്രധാനമായും നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ്. ഇപ്പോഴും ആ കടുവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമല്ലോ. ഇത്തരം പരിശോധനകൾ നടക്കുന്നതോടൊപ്പം തന്നെ കടുവ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കടുവയെ തേടിയുള്ള പരിശോധന അത് നടത്തുന്നുണ്ടോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ? വനംവകുപ്പ് അത്തരത്തിൽ ഈ മാർഷൽ അവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കൂടി സമീപ ദിവസങ്ങളിലോ അല്ലെങ്കിൽ സമീപ ആഴ്ചകളിലൊന്നും ജനവാസ മേഖലയിൽ അങ്ങനെ കടുവയുടെ സാന്നിധ്യം എന്ന രീതിയിൽ അവിടെ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വനംവകുപ്പിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോൺഫ്ലിക്ട് ആനിമൽ എന്ന രീതിയിൽ അവിടെ ഒരു കടുവ ഉള്ളതായി ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും വളർത്തുമൃഗങ്ങളെ വേട്ടയാടിയതായൊന്നും സമീപ ദിവസങ്ങളിൽ പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു വാർത്തയും വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ കടുവയ്ക്കായുള്ള ഒരു കാവലോ പട്രോളിങ്ങോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. വനംവകുപ്പിന്റെ പതിവ് പട്രോളിംഗ് തന്നെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇത് പക്ഷേ തണ്ടർബോൾട്ട്, ഈ മാവോയിസ്റ്റ് ഭീഷണിയുടെ ഭാഗമായുള്ള തണ്ടർബോൾട്ടിന്റെ പട്രോളിങ്ങിനിടെയാണ് ഈ മൃതദേഹം കണ്ടത് എന്ന് പറയുന്നു. എന്താണെങ്കിലും ആ മൃതദേഹം കണ്ടത് വനത്തിനകത്താണ്. പക്ഷെ ആക്രമണം ഉണ്ടായത് പുറത്തുനിന്നാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വിലക്കെടുത്ത് കൊണ്ടുപോയി എന്ന് പറയുന്നു. എന്താണെങ്കിലും അത് കൂടുതൽ വിവരങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് തന്നെ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ താൽക്കാലികമായ പ്രദേശത്തുണ്ടായിരുന്ന ഒരു പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്നത് വനത്തോട് ചേർന്ന് കേൾക്കുന്ന പ്രദേശമാണ്. മാനന്തവാടി നഗരത്തിൽ നിന്ന് നഗരം അകലെയല്ല. പ്രധാനമായും തേയില എസ്റ്റേറ്റും കാപ്പിത്തോട്ടങ്ങളും ഒക്കെയുള്ള മേഖല. അവിടെ വിളവെടുപ്പിന് പോയപ്പോഴാണ് ഈ രാധ എന്ന സ്ത്രീ ആക്രമണത്തിന് ഇരയായതെന്ന് പറയുന്നു. അവരുടെ ഭർത്താവ് അച്ചപ്പൻ വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറാണ്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വയനാട്ടിൽ നിന്ന് വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടമായെന്നൊരു വാർത്ത 23 ഡിസംബറിലാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത്. പ്രജീഷ് എന്ന മൂടക്കൊല്ലിയിലെ പ്രജീഷ് എന്ന യുവാവിനെയാണ് അന്ന് കടുവ കൊലപ്പെടുത്തിയത്. ഏതാണ്ട് 15 ദിവസങ്ങൾ നീണ്ട ഓപ്പറേഷനൊടുവിലാണ് ആ കടുവയെ വനംവകുപ്പിന് പിടികൂടാൻ കഴിഞ്ഞത്. അത് പക്ഷേ പൂർണ്ണമായും ജനവാസ മേഖലയിൽ ഇറങ്ങി പശുവിന് പുല്ല് അരിയുന്നതിനിടെയാണ് പ്രതീക്ഷ നേരെ ആക്രമണം ഉണ്ടായത്. മറ്റൊന്ന് അതിന് 1 വർഷം മുമ്പ് മാനന്തവാടിക്കടുത്ത പുതുശ്ശേരി എന്ന സ്ഥലത്ത്, അത് ഒട്ടും വനപ്രദേശമല്ല, കുറെ ദിവസങ്ങളായി ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്ന ഒരു കടുവയാണ് അത്തരത്തിൽ തോമസിനെ ആക്രമിച്ച കൊലപ്പെടുത്തിയത്. ഈ 2 സംഭവങ്ങളാണ് സമീപകാലത്ത് കടുവയുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ശരി, എന്തായാലും ഏറ്റവും സങ്കടകരമായ ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നു. വയനാട്ടിലെ മാനന്തവാടിയിലാണ്. പുഞ്ചിരിക്കൊല്ലിയിൽ ആദിവാസി സ്ത്രീക്ക് കടുവയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു. അടക്കം സ്ഥലത്തെത്തി നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ ഉണ്ടായി. ഇപ്പോൾ മൃതദേഹം കാട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്.